എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. 1972 വനനിയമം ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ചാവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. നിലമ്പൂരിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി സംരക്ഷണത്തിനായി 1972 നിയമം നടപ്പാക്കിയപ്പോൾ BJP സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര വന നിയമമാണ് തടസ്സമെന്നും മോദി സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നുമാണ് കേരളത്തിൽ LDFും UDFും പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത വന്യജീവികളാണ് മനുഷ്യർക്ക് ഭീഷണിയാവുന്നത്. ചില ജീവികൾ ചിലരുടെ വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. ഇത്തരം ജീവികളെ നിയന്ത്രിക്കാനാവില്ല. 1972 നിയമപ്രകാരം സ്വയം പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാനും വേട്ടക്ക് അനുമതി നൽകാനും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. ഇത്തരം അധികാരം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി ആരോപിച്ചു. ഇതിന് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള സഹകരണം ഉണ്ടാകും. കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായത് അനാസ്ഥയാണ്. നിയമലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം പരമ്പരാഗതമായിട്ട് ഈ ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ ജീവന് നഷ്ടം വരത്തക്ക രീതിയിൽ ഉള്ള ഈ അനാസ്ഥ അത് മാറി മാറി വരുന്ന സർക്കാരുകൾ അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കും. അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ ഒരു ദുരന്തം ഉണ്ടായത്. ആ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റ് കിടക്കുന്ന ആ കുട്ടികളുടെ കുടുംബത്തോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം ചേർന്ന് നിൽക്കും. മലയോര കർഷകരുടെ ഇടയിലെ ഒരു രക്തസാക്ഷിയായിട്ട് ആ കുട്ടി മാറിയിരിക്കുക. ഇവിടുത്തെ ഭരണകൂടങ്ങൾ, നേരത്തെ ഭരിച്ചവര് ഇപ്പോൾ ഭരിച്ചവര് അത് മനസ്സിലാക്കണം. മലയോര കർഷകരുടെ രക്തസാക്ഷിയായിട്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേക അവസരത്തിൽ, വളരെ ദുഃഖകരമായിട്ടുള്ള അവസരത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ പഞ്ചായത്ത് തലത്തില് പഞ്ചായത്ത് അധികാരികൾക്ക്, പഞ്ചായത്ത് സെക്രട്ടറികൾക്കോ അല്ലെ ചുമതലപ്പെടുത്തിയവർക്കോ വന്യജീവികളെ നേരിടുന്നതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. 23 അമെന്റ്മെന്റിന് ശേഷം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞതാ. ഇവിടെ കുടിയേറ്റ സമയത്ത് ഈ പ്രശ്നമില്ലായിരുന്നു. കാരണം കർഷകർക്ക് സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള സംവിധാനം അന്ന് അനുവദനീയമായിരുന്നു. 1972 വന്യജീവി സംരക്ഷണ ആക്ട് വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായത്. വന്യജീവി സംരക്ഷണ ആക്ടിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അതില് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. ആ വകുപ്പിന്റെ സെക്ഷൻ 11 അനുസരിച്ച് അദ്ദേഹത്തിന് വേട്ടയാടുവാൻ, കള്ളിങ് അല്ല, തിരഞ്ഞു പിടിച്ചു കൊല്ലുക എന്നുള്ളതാണ്, വേട്ടയാടുവാനുള്ള അധികാരം, വേട്ടയാടുവാനുള്ള അനുവാദം കൊടുക്കുവാനുള്ള അധികാരം ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ആ വകുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. വഴിക്കടവിൽ പന്നിക്ക് വെച്ച വൈദ്യുതിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മലയോര കർഷകരുടെ രക്തസാക്ഷിയാണ്.
ക്ഷുദ്രജീവികളെ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് തലത്തിൽ വന്ന് നടപ്പിലാക്കാതെ കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും അനാസ്ഥ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പരിഹാരമുണ്ടാവണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നും രാഷ്ട്രീയമായി കാണുന്നത് മനുഷ്യത്വരഹിതമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.